ശേഷം കുളമ്പുരോഗ കുത്തിവയ്പ്പ് ചെയ്യുന്ന പരിപാടികളിലെല്ലാം കുടുംബശ്രീൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ടായതുകൊണ്ടും ഞങ്ങൾക്ക് എല്ലാ വീടുകളിലും എത്തിപ്പെടാൻ കൂടുതൽ സൗകര്യം വന്നു. പിന്നെ എളുപ്പത്തിൽ തന്നെ എല്ലാ വീടുകളും അവർ കാണിച്ചു തരുന്നതുകൊണ്ട് കൂടുതൽ സമയം ചിലവാകാതെ തന്നെ എത്തിപ്പെടാൻ പറ്റി. ശരിക്കും ഈ കുളമ്പുരോഗ കുത്തിവയ്പ്പ് കഴിയുന്ന ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് തന്നെ ഫീൽഡിൽ പോയതുകൊണ്ട് തന്നെ ശാരീരികമായിട്ട് തന്നെ ഒരു ഉത്സാഹമൊക്കെ വന്ന്, കാരണം തടിയെല്ലാം കുറഞ്ഞ് പിന്നെ കൂടുതൽ കുന്നും മലയൊക്കെ കയറുമ്പോഴുള്ള ഇപ്പോൾ ആ ചെറുപ്പം മനസ്സും ശരീരവും ഒരു ചെറുപ്പമായി. ഇതെല്ലാം കുളമ്പുരോഗ കുത്തിവയ്പ്പ് അത്രയും ഫീൽഡിൽ ഇറങ്ങി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏതൊരു ബൈക്ക് പോകണമെന്നുണ്ടെങ്കിലും ഇതൊരു അനുഭവമായിരുന്നു. ഞാൻ ശശീന്ദ്രൻ മലകുളങ്ങര, ഉണ്ണികുളം വെറ്റിനറി സബ് സെൻ്ററിലെ ജീവനക്കാരനാണ്. ഇപ്പം മൃഗാശുപത്രിയിൽ കുത്തിവയ്പ്പ് പ്രതിരോധ കുത്തിവയ്പ്പ് ഉണ്ടാകുമ്പോൾ ഞങ്ങളെ വിളിപ്പിക്കാറുണ്ട്. മഴക്കാലത്തും വേനൽക്കാലത്തും കുന്നും മലയൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം വിജയിപ്പിക്കാറുള്ളത്. ഈ പഞ്ചായത്തിൽ നടത്തിയത് 100% വിജയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പഞ്ചായത്തുകൾക്കും കേരളത്തിലെ മുഴുവൻ സബ് സെൻ്ററുകളും മൃഗാശുപത്രികൾക്കും ഇത് ഒരു പ്രചോദനമായിട്ട് കാണാൻ കഴിയും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. പേര് രാജൻ, ഉണ്ണികുളം വീടിയുടെ കീഴിലെ സബ് സെൻ്റർ അയ്യാട് സ്പെഷ്യൽ സൂപ്പറായി വർക്ക് ചെയ്യുന്നു. കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് വർഷങ്ങളോട് വരുന്ന സമയത്ത് മഴ വലിയ സമയത്ത് കയറാറുണ്ട്. പക്ഷേ ഇത് വിജയിപ്പിക്കാൻ മുഴുവൻ വാർഡുകളിൽ ഞങ്ങൾക്ക് 10-20 ദിവസം കൊണ്ട് നീണ്ടുന്ന പ്രയത്നം കൊണ്ട് കഴിഞ്ഞു. ഇത് വിജയിപ്പിക്കാൻ വാർഡ് എന്ന് പറഞ്ഞ എല്ലാ കുടുംബശ്രീയിലും ഞങ്ങൾ ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. കഠിനാധ്വാനമുള്ള ഒരു പ്രയത്നമാണത്. മുഹമ്മദ്, ഉണ്ണികുളം പഞ്ചായത്തിൽ 15-ാം വാർഡിലാണ്. 30ഓളം പശുക്കളുണ്ട്. പശു കൂടാതെ ആട്, താറാവ്, കോഴി, പ്രാവുകൾ എല്ലാം വളർത്തുന്നുണ്ട്. ഇതുവരെ കുളമ്പ് രോഗം വന്നിട്ടില്ല. ഞാൻ എല്ലാ വർഷവും ഈ വരുന്ന സമയത്ത് ഗവൺമെൻറ് നടപ്പാക്കുന്ന സമയത്ത് എല്ലാ സമയത്തും കുളമ്പിന് കുത്തിവെക്കാറുണ്ട്. ഈ തവണ എന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ വഴിയാണ് ഈ ഉണ്ണികുളം പഞ്ചായത്തിൽ ഈ കുളമ്പ് രോഗത്തിന് കുത്തി. അതുകൊണ്ട് പരമാവധി ഒരു ഏകദേശം 90-95% വരെ ഇത് പൂർണ്ണമായിട്ടും അത് കുത്തിവെക്കാൻ കഴിഞ്ഞ് ഗർഭമുള്ള പശുക്കൾക്ക് മാത്രമേ അന്ന് വിട്ടുപോയിട്ടുള്ളൂ. അതും ജൂണിൽ വെച്ച് തരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ മാത്രമല്ല, പഞ്ചായത്തിൽ മുഴുവനും. ഞാൻ ഡോക്ടറാണ്. കുടുംബശ്രീക്കാർ തലേ ദിവസം വന്ന് പറഞ്ഞ് എല്ലാ ഭാഗങ്ങളിലും ഇന്ന് കുളമ്പിന് കുത്തിവെക്കുന്നുണ്ട്. അത് കാരണം മറ്റ് ജോലികളൊക്കെ നിർത്തിവെച്ച് സമയത്തിനിവിടെ വന്ന ആ ഒരു രീതിയിലാണ്. കുടുംബശ്രീ എന്ന് മാത്രമല്ല, പാൽ സൊസൈറ്റിനും സെക്രട്ടറികളും ഈ വിവരങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു രീതിയിലാണ് നമുക്കത് പൂർണ്ണമായും കുത്തിവെക്കാൻ കഴിഞ്ഞത്. ഏകദേശം 1992 തുടങ്ങിയ സംഘമാണ് ക്ഷീരസംഘം. 600-700 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൂടുതലും തരുന്നത് ഞങ്ങളുടെ ഫാം നടത്തുന്ന PK മുഹമ്മദ് ഇയാട് ഉള്ള 15-ാം വാർഡിലെ ഒരു കർഷകനാണ്. ഏകദേശം 200-300ഓളം പാൽ അദ്ദേഹം അളക്കാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി പശുക്കൾക്ക് കുളമ്പ് രോഗം വരുന്നതുകൊണ്ട് പുറത്തുള്ള ആൾക്കാരൊന്നും ഈ ഫാമിൽ എത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദൊക്കെ പറയുന്നത് ഫാമിൽ മറ്റ് ആൾക്കാർ പല ഫാമുകളിലും പോകുന്നത് കൊണ്ട് ഈ ഫാമിൽ വരുമ്പോൾ കുളമ്പ് രോഗം പകരുകയും പശുക്കൾ നശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരുപാട് കാലമായി കുളമ്പ് രോഗത്തിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി വരുന്നു. അധിക കർഷകരും ആദ്യകാലങ്ങളിൽ കുളമ്പ് രോഗം വരുമ്പോൾ ഇതിനെ കുത്തിവെക്കേണ്ട, പാല് കുറഞ്ഞു പോകുന്നുള്ള ഒരു പ്രവണതയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കർഷകർ ഈ കുളമ്പ് രോഗത്തിന് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നുണ്ട്. വിവിധ വാർഡുകളിലായി ADS, CDS മെമ്പർമാർ അധികവും ഈ കുത്തിവയ്പ്പിനെ പറ്റി ബോധവൽക്കരണം നടത്തുന്നുണ്ട്. കൂടാതെ ഉണ്ണികുളം പഞ്ചായത്തിൽ വൻ വിജയമാണ് കഴിഞ്ഞ 2-3 വർഷമായി നടന്നു വരുന്നത്. കുളമ്പ് രോഗ കുത്തിവയ്പ്പിനെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് കർഷകർ കേരളത്തിലുണ്ട്. ഈ കർഷകർക്ക് കുടുംബശ്രീയുടെ ഇടപെടൽ മൂലം നിങ്ങളെ വീട്ടിൽ പശു ഉണ്ടെന്നും ആ പശുക്കൾ നിർബന്ധമായും കുത്തിവയ്പ്പ് എടുക്കേണ്ടതാണെന്നും ഉള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഈ ഒരു യജ്ഞത്തിലൂടെ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള കുടുംബശ്രീ പോലുള്ള ഏജൻസികളിലെ വനിതകൾക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഈ ഒരു പദ്ധതിയിലേക്ക് പഞ്ചായത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ചെയ്തിട്ടുള്ളത് കുത്തിവയ്പ്പിൻ്റെ തലേ ദിവസം വാക്സിനേഷൻ സ്ക്വാഡുകൾ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കുമെന്നും പശുക്കളെ ദൂരസ്ഥലങ്ങളിലേക്ക് കെട്ടരുതെന്നും വീട്ടിൽ ഏതെങ്കിലും ഒരാൾ വീട്ടിൽ ഉണ്ടായിരിക്കണമെന്നും കുത്തിവയ്പ്പിനായിട്ട് പശുക്കളെ നിയന്ത്രിച്ച് നിർത്തുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നും പ്രത്യേകം നിർദ്ദേശം തലേ ദിവസം കൊടുത്തു. ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡ്രോബാക്ക് ആയിട്ടുള്ള ഈ
വീടുകളിൽ ആളുകൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, പശുക്കളെ ദൂരസ്ഥലങ്ങളിൽ കൊണ്ട് കെട്ടുന്നതുകൊണ്ട് വാക്സിനേഷൻ സ്ക്വാഡുകൾ ചെല്ലുമ്പോൾ പശുക്കൾ മാത്രം വീട്ടിലുണ്ടാവുകയും ആളുകൾ വീട്ടിലില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, വീടുകൾ തേടിച്ചെന്ന് പല വഴികളിലും സമയം കളഞ്ഞ് വാക്സിനേഷൻ പൂർത്തീകരിക്കാനാകാതെ വാക്സിനേഷൻ സ്ക്വാഡ് മടങ്ങി വരുന്ന അവസ്ഥ, ഈ അവസ്ഥകളെല്ലാം തന്നെ കുടുംബശ്രീ വനിതകളുടെ ഇടപെടൽ മൂലം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുവാൻ സാധിച്ചു. ഒരു പഞ്ചായത്തിലെ വെറ്റിനറി സർജൻ, വാക്സിനേഷൻ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം മാറി വരുന്ന സാഹചര്യമോ ഡെപ്യൂട്ടി ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യങ്ങളോ ഉള്ള സമയത്ത് ആ പ്രദേശത്തെ ക്ഷീരകർഷകരുടെ ഭവനങ്ങളെക്കുറിച്ച് യാതൊരുവിധ ഇൻഫർമേഷനോ ഈ പറഞ്ഞ ആളുകൾക്കാർക്കും ഉണ്ടാവാത്ത സാഹചര്യങ്ങളിൽ വാക്സിനേഷൻ ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ സെൻസസിൻ്റെ പോപ്പുലേഷൻ പ്രകാരമാണ് വാക്സിനേഷന് വേണ്ടിയിട്ട് വാക്സിനേഷൻ സ്ക്വാഡുകൾ ഇറങ്ങാറുള്ളത്. ഈ സമയത്ത് സെൻസസിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന പോപ്പുലേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കർഷകർ പശുക്കളെ വിൽക്കുകയോ പുതുതായി വാങ്ങുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും പശുക്കളുടെ എണ്ണത്തിലും പശുക്കൾ ഉള്ള സ്ഥലങ്ങളിലും ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകുമ്പോഴും വാക്സിനേഷൻ സ്ക്വാഡിന് ഇതുപോലെ പശുക്കളെ തേടിപ്പിടിച്ച് വാക്സിനേഷൻ ചെയ്യുക എന്നുള്ളത് ശ്രമകരമായ ഒരു സംഭവമായി മാറാറുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഈ പദ്ധതി പരാജയപ്പെടാനുള്ള സാധ്യത കൂടുകയാണ്. ഈ അവസരത്തിലാണ് കൃത്യമായി പശുക്കളുള്ള കർഷകരുടെ വീടുകൾ അറിയാവുന്ന കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായം ഈ പദ്ധതിയുടെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഒരു പഞ്ചായത്ത് മാത്രമോ ഒരു ബ്ലോക്കിലുള്ള എല്ലാ പഞ്ചായത്തുകളോ ഒരു ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളോ മാത്രം ഈ കുത്തിവയ്പ്പ് 100% ചെയ്തതുകൊണ്ട് ഈ അസുഖത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് കുളമ്പ് രോഗത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് സംസ്ഥാനം മുഴുവൻ ഇതേ രീതിയിൽ 100% കുളമ്പ് രോഗ കുത്തിവയ്പ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി മൃഗസംരക്ഷണ മേഖലയുടെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം. ഈ ഉണ്ണികുളം മാതൃകയുടെ വിജയം ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരുടെ ആത്മാർത്ഥതയുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെ ഉത്സാഹത്തിൻ്റെയും മിൽക്ക് സൊസൈറ്റിയും ക്ഷീരകർഷകരും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സഹകരണത്തിൻ്റെയും വിജയമായി ഞാൻ കണക്കാക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കുളമ്പ് രോഗ കുത്തിവയ്പ്പ് പരിപാടിയിൽ ഏറ്റവും അധികം കുത്തിവയ്പ്പ് നേട്ടം കൈവരിച്ച ഒരു പഞ്ചായത്താണ് ഉണ്ണികുളം. അവിടുത്തെ വെറ്റിനറി സർജനായ ഡോക്ടർ ബിനീഷ് PPയുടെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെയാണ് ഇങ്ങനെയൊരു കുത്തിവയ്പ്പ് പരിപാടി ഇത്രകരം വിജയകരമാക്കി തീർക്കാൻ സാധിച്ചത്. ഡോക്ടർ ബിനീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് അവിടെ വാക്സിനേഷൻ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന സ്ക്വാഡുകൾ ആ പ്രദേശത്തിന് തീരെ പരിചിതമല്ല, അവർക്ക് അവിടെ അത്ര പരിചയമല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും കയറി വാക്സിനേഷൻ ചെയ്യാൻ അവർക്കുള്ള ബുദ്ധിമുട്ട് ഡോക്ടർ ബിനീഷിന് വളരെ നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരുമായിട്ട് ചേർന്നിട്ട് അവരുടെ വോളണ്ടിയർമാർ വന്ന് ഈ വാക്സിനേഷൻ സ്ക്വാഡുകളോട് ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നല്ലൊരു നേട്ടം ആ പഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചത്. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർ ആ പഞ്ചായത്തിൻ്റെ ഓരോ മുക്കും മൂലയും തൊട്ടറിയുന്ന ആൾക്കാരായതുകൊണ്ട്, അതുപോലെ കർഷകർക്കിടയിൽ അവർക്കുള്ള സ്വാധീനവും വളരെ ചെറുതൊന്നുമല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രചോദനം കൊടുക്കുന്ന രീതിയിൽ അവരുടെ ഒരു പ്രവർത്തനം കൊണ്ട് കർഷകർ വാക്സിനേഷന് തയ്യാറാകാതിരുന്നവർ പോലും മുന്നോട്ട് വന്ന് തങ്ങളുടെ ഉരുക്കളെ കുത്തിവയ്പ്പിക്കാൻ വേണ്ടി തയ്യാറായി വന്നു. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിൽ ഡോക്ടർ ബിനീഷ് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് വളരെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഡോക്ടർ ബിനീഷ് എടുത്ത ഈ എഫേർട്ട് മറ്റെല്ലാ ഡോക്ടർമാർക്കും മാതൃകയാക്കാവുന്നതാണ്. മാംസവിപണിയിലും പൊതുജനാരോഗ്യ രംഗത്തും ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ കുളമ്പ് രോഗം തടയുന്നതിന് 100% കന്നുകാലികളെയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കഴിഞ്ഞ ഒരു ദശകത്തിലധികമായി നടന്നു വരുന്ന കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഈ വെല്ലുവിളിയെ നേരിടുന്നതിന് കുടുംബശ്രീ വനിതകളെ ഉൾപ്പെടുത്തുക എന്ന ചെറിയ ആശയത്തിന്റെ വലിയ വിജയമാണ് ഈ ഉണ്ണികുളം മാതൃക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഈ മാതൃക പിന്തുടരുകയാണെങ്കിൽ
ഈ രോഗത്തെ ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാമെന്ന് മാത്രമല്ല ക്ഷീര കർഷകരുടെ ആത്മവിശ്വാസം ഉയർത്താമെന്നും നിസ്സംശയം പറയാം.